ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. കുറച്ച് ദിവസമായിട്ട് ലോങ് വീഡിയോ ഒന്നും ഇടണില്ല. ഒരുപാട് ലോങ് വീഡിയോ ആക്ച്വലി എനിക്ക് എഡിറ്റ് ചെയ്യാനുണ്ട്, പക്ഷേ സമയമില്ല. സോ ഐ തോട്ട് റീസെൻ്റ് ആയിട്ട് നമ്മളൊരു സ്റ്റേക്കേഷന് പോയ വീഡിയോ ഇടാമെന്ന്. ഈ ഒരു ഷോർട്ട് ട്രിപ്പ് നമ്മൾ പോണത് ജനുവരി ലാസ്റ്റിലാണ്. ആക്ച്വലി നല്ല ബിസിയായ ടൈമായിരുന്നു. ഓൾറെഡി നമ്മൾ ബുക്ക് ചെയ്ത കാരണം നമ്മൾ വിചാരിച്ചു ഓക്കെ പോയേക്കാം എന്ന്. സോ ഗൈസ്, വി ആർ അറ്റ് ആലപ്പുഴ. ആലപ്പുഴ എന്തിനാണോ എല്ലാവരും വരുന്നത് അതിന് തന്നെയാണ് നമ്മൾ വന്നേക്കണേ. ആ കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറയാം. ഈ കാണുന്നത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഫ്രഷ് അപ്പ് റൂംസാണ്. ഇത് വേണമെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാൻ ഞാൻ ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ. ആലപ്പുഴയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു പ്രത്യേകമായിട്ട് തോന്നിയത് ഇവിടുത്തെ പഴയ വീടുകളൊക്കെ ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ട്. നന്നായിട്ടുണ്ട് കാണാൻ, നല്ല മതിലൊക്കെ വെച്ചിട്ട്. പിന്നെ ഈ മദാമകളൊക്കെ നടന്നു പോകണില്ലേ, ഇവരൊക്കെ എന്തിനായിരിക്കും ഇവിടെ വന്നതെന്ന് അറിയാലോ. അപ്പോൾ ഇതാണ് കാരണം. അപ്പോൾ നമ്മൾ ഇത്തവണ ട്രിപ്പ് വന്നേക്കണത് ഹൗസ് ബോട്ട് എക്സ്പീരിയൻസ് ചെയ്യാനാണ്. ആലപ്പുഴ ഇറങ്ങിക്കഴിഞ്ഞ് നമുക്കൊരു ഓട്ടോയിൽ ഒരു 5 to 6 kilometers ഉണ്ടായിരിക്കും ഈ പുന്നമട ഫിനിഷിംഗ് പോയിൻ്റ് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്താൻ. അവിടെ ഇങ്ങനെ നിരത്തി ഹൗസ് ബോട്ട്സ് ഇട്ടിട്ടുണ്ടായിരിക്കും. വന്നപ്പോൾ തന്നെ നമ്മളൊരു ഡ്രിങ്കൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് ഇതാണ് നമ്മുടെ ഹൗസ് ബോട്ട്. ഇനി ഹൗസ് ബോട്ടിൽ എന്തൊക്കെ ഉണ്ടെന്ന് കാണാം. അങ്ങനെ ഒരു 10 o'clock സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ റൈഡ് ഒരു 1 o'clock ആയപ്പോൾ അവർ സ്റ്റോപ്പ് ചെയ്തു. കായലിൻ്റെ ഏതോ ഒരു സ്ഥലത്ത് നമ്മുടെ ബോട്ട് കൊണ്ട് പാർക്ക് ചെയ്തിട്ട് അവർ നമുക്ക് ഫുഡ് തന്നു. അന്നത്തെ ദിവസം ഫുഡിന് ഉണ്ടായിരുന്നത് ചോറും സാമ്പാർ ഫിഷ് ഫ്രൈ ഒക്കെ ആയിരുന്നു. ഫിഷ് കറി ഉണ്ടായിരുന്നില്ല. അത് നമുക്ക് കുറച്ച് സാഡായി. ബിക്കോസ് ഫിഷ് കറിയൊക്കെ കഴിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആലപ്പുഴ വരെ വന്നത്. അത് കഴിഞ്ഞ് കുറച്ച് നേരം നമ്മൾ എന്തൊക്കെയോ ചെയ്തു. എന്താ ചെയ്തതെന്ന് ഓർമ്മയില്ല. വൈകിട്ടായപ്പോൾ ഒരു ചായ കുടിച്ചു. ആക്ച്വലി ഹൗസ് ബോട്ടിലൊക്കെ വരുമ്പം കുറേ പേരായിട്ട് വരണം, എന്നാലേ ഒരു ഓളം ഒരു വൈബൊക്കെ ഉള്ളൂ. ഞങ്ങൾ ഓൾറെഡി 2 പേര് തന്നെയാണ് എല്ലായിടത്തും പോവാറ്. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേനും നമ്മൾ ആ ഒരു ഹൗസ് ബോട്ടിൻ്റെ ഉള്ളിൽ പെട്ടുപോയി. അപ്പോൾ ഞങ്ങൾക്ക് വേറെ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ട് കുറച്ച് ബോറായിരുന്നു. പിന്നെ അവിടുന്ന് നമ്മൾ പുന്നമട ടു വേമ്പനാട്ട് കായലിലോട്ട് ഒരു റൈഡ് ഉണ്ടായിരുന്നു. ആ വഴി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഒരു സൈഡിൽ ഇങ്ങനെ വീട്, അവിടെ ഇങ്ങനെ ഫ്ലവേഴ്സ് എല്ലാം ഉണ്ട്. അപ്പുറത്തെ സൈഡിൽ പാടം. അത് നല്ല അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ ഈ സിനിമയിലെല്ലാം കാണുന്ന മാതിരി തോണിയിൽ ആൾക്കാരൊക്കെ ഇങ്ങനെ പോവുക, അതായത് വീടിൻ്റെ മുന്നിൽ തന്നെ തോണിയിൽ ആൾക്കാരൊക്കെ ഇങ്ങനെ പോവുക, അതൊക്കെ ഒരു പ്രത്യേക വൈബായിരുന്നു.
ഏകദേശം എൻഡ് ചെയ്യാറായി. രാവിലെ 10 മണിക്ക് ഹൗസ് ബോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 6-6:30 ഒക്കെ ആകുമ്പോൾ ആ ഒരു സ്ഥലത്ത് തന്നെ അവർ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യും. അന്നത്തെ ദിവസം അവിടെ തന്നെ ആയിരിക്കും നമ്മുടെ സ്റ്റേയും ഉണ്ടായിരിക്കുക. ഹൗസ് ബോട്ട് ഒരിക്കലും ഒരു കായലിൻ്റെ നടുവിലൊന്നും പാർക്ക് ചെയ്യില്ല കേട്ടോ. ഫിനിഷിംഗ് പോയിൻ്റ് അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഉണ്ട് അവർക്ക്, അവിടെ മാത്രമേ പാർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ആലപ്പുഴ തന്നെയാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ്. അപ്പോൾ അവർ പറഞ്ഞു വേണമെന്നുണ്ടെങ്കിൽ ആലപ്പുഴ ബീച്ചൊക്കെ ഒന്ന് കണ്ടിട്ട് വരാൻ. കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഓടി എന്ന് വേണമെങ്കിൽ പറയാം. കുറച്ച് നേരം ബീച്ചെല്ലാം കണ്ട് നമ്മൾ തിരിച്ചു വന്നു. അപ്പോഴത്തേന് എല്ലാ ഹൗസ് ബോട്ടിലും ലൈറ്റ്സൊക്കെ അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ഫുഡൊക്കെ കഴിക്കുക, കിടന്നുറങ്ങുക. അന്നത്തെ ദിവസം രാത്രി ഫുഡ് ഉണ്ടായിരുന്ന ചപ്പാത്തിയും ചിക്കൻ കറിയായിരുന്നു. ഇവിടെ അങ്ങനെ ഫുഡിൻ്റെ മെനു അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഫുഡാണ്. പിന്നെ വെള്ളം യൂസ് ചെയ്യുന്നവർക്ക് ഉപ്പിൻ്റെ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവും. അതൊക്കെ കുറച്ച് ഡിമെറിറ്റ്സ് ആണ് ശരിക്കും ഹൗസ് ബോട്ടിൽ സ്റ്റേ ചെയ്യുമ്പോൾ. ടോയ്ലറ്റ് ഫെസിലിറ്റീസിൻ്റെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. സോ അതൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഹൗസ് ബോട്ട് എടുക്കേണ്ടുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചില്ല് ചെയ്യാൻ വരാം. രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള ആ ഒരു റൈഡ് ചില്ല് ചെയ്യാൻ വരാം. അത് കഴിഞ്ഞാൽ വൈകിട്ട് സ്റ്റേ വേണ്ട അങ്ങനെ ഓപ്റ്റ് ചെയ്യുന്ന കുറേ പേരുണ്ട്. ഇത് നമ്മുടെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് കേട്ടോ. നെക്സ്റ്റ് ഡേ ഒരു 7 o'clock ആകുമ്പോൾ അവർ നമുക്കൊരു ചായയൊക്കെ തരും. അത് കഴിഞ്ഞാൽ ഒരു 1 hour റൈഡ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ഹൗസ് ബോട്ട് സ്റ്റേ എൻഡായി. അങ്ങനെയാണ്. രാവിലെ എണീക്കുമ്പോഴാണ് ശരിക്കും ഹൗസ് ബോട്ടിൻ്റെ തിരക്ക് നമുക്ക് മനസ്സിലാവുക. വെള്ളത്തിൽ ട്രാഫിക് ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞ മാതിരിയാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിരുന്നു, വിത്ത് എ ബ്യൂട്ടിഫുൾ വ്യൂ. ഇവിടെ ഇങ്ങനത്തെ ഒരുപാട് റിസോർട്ട്സ് ഉണ്ട് കരയിൽ. അവിടെ താമസിച്ചിട്ട് കുറേ പേര് ഹൗസ് ബോട്ട് റൈഡ് മാത്രം എടുക്കാറുണ്ട്. അതാണ് കുറച്ചുകൂടി ബെറ്റർ വേ. ഐ വിൽ സജസ്റ്റ് ദാറ്റ് തിങ്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഹൗസ് ബോട്ടിൻ്റെ കൂടെ സ്പീഡ് ബോട്ടും കയാക്കിങ്ങും ഒക്കെ ചെയ്യാൻ പറ്റും. രാവിലെയാണ് നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യുന്നത് നല്ലത്, ബിക്കോസ് അത്ര വെയിലുണ്ടായിരിക്കില്ല. പിന്നെ കുട്ടി കുട്ടി കോട്ടേജസിൻ്റെ കഥ പറഞ്ഞില്ലേ, അത് ചിലതൊന്നൊക്കെ ഓപ്പൺ ആണ്, ചിലതൊന്നും ഓപ്പൺ അല്ല. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം ഇനി ഈ വീഡിയോ കണ്ട് വരുന്നവരെ വരാൻ. സോ നമ്മുടെ ട്രിപ്പ് എൻഡ് ചെയ്തു. 9 o'clock ആയി. നമ്മൾ ഫീഡ്ബാക്കൊക്കെ കൊടുത്തു, അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മൾ മയൂരം ക്രൂസേഴ്സ് എന്ന് പറഞ്ഞൊരു ഏജൻസി ത്രൂ ആണ് ഹൗസ് ബോട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ പ്രൈവറ്റ് ഹൗസ് ബോട്ടാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി ഞങ്ങളുടെ ആ ബോട്ടിൽ 2 കപ്പിൾസിന് വരായിരുന്നു. പക്ഷേ നമ്മൾ ഒരു കപ്പിളായ കാരണം തന്നെ നമുക്കൊരു 8,500 rupees പേ ചെയ്യേണ്ടി വന്നു. അങ്ങനെ നമ്മൾ എറണാകുളത്തെത്തി. ഇനി വൈകിട്ടാണ് ട്രെയിൻ. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ സ്ഥലം നോക്കി അറിയില്ല. ആകെ ഒരു പേര് അറിയണ്ടായിരുന്നു, ഷെഫ് പിള്ളയാണ്. നമ്മൾ ലൊക്കേഷൻ ഇട്ട് ഊബറൊക്കെ ബുക്ക് ചെയ്തു. വന്നെത്തിയത് ലേ മെറിഡിയൻ എന്ന് പറഞ്ഞൊരു 5-star ഹോട്ടലിൻ്റെ ഉള്ളിലെ ഷെഫ് പിള്ളയിലാണ്. ഏകദേശം പണി പാളിയ പോലെ ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ബാംഗ്ലൂർ ഷെഫ് പിള്ളയിലൊക്കെ പോകുമ്പം എത്ര രൂപയാവും എന്നൊക്കെയുള്ള അതിനെപ്പറ്റിയൊക്കെ അറിയുന്ന കാരണം നമുക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. നല്ല പൊറോട്ടയും മട്ടനും ഒക്കെ കഴിച്ച് ഞങ്ങൾ നേരെ എറണാകുളത്തേക്ക് തന്നെ വന്നു. രാത്രിയായപ്പോൾ ട്രെയിനൊക്കെ കയറി ബാംഗ്ലൂർ തിരിച്ചു വന്നു. സോ ഇത്രയൊക്കെ ഉള്ളൂ ആ ഒരു ട്രിപ്പ്. ഏകദേശം ഒരു 1 day സ്റ്റേക്ക് വേണ്ടി നമ്മൾ 2 day ട്രാവൽ ചെയ്തു എന്നൊക്കെ പറയാം. പക്ഷേ ഇറ്റ്സ് ഓക്കെ, അതൊരു റിലീഫാണല്ലോ. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസിനൊക്കെ വേണ്ടി എൻ്റെ പേജ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിന് വേണ്ടി കാത്തിരിക്കാം. സോ ടാറ്റാ.